സാമ്രാജ്യത്തിലായിട്ട് ആ ജനത ജീവിച്ചിരുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ സാമ്രാജ്യത്വ ശക്തികളുടെ ഇടമസാധ്യത, പിന്നെ വിട്ടുകൊടുക്കാൻ കീഴടങ്ങാൻ മനസ്സിലാക്കുന്നത് എന്ന് വെച്ചാൽ ഞാനാണ് വലുത് എന്ന് ഓരോ രാജ്യങ്ങളും വിശ്വസിച്ചിരുന്നത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, അല്ലെങ്കിൽ പരാജിതരായവരുടെ നാണക്കേട്, അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ വ്രണപ്പെടുത്തി വ്യവസായ സന്ധി, ഇതൊക്കെ അല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിതെളിച്ച സംഭവങ്ങൾ. അപ്പൊ പറഞ്ഞു വെക്കുന്നത് എന്താ വെച്ചാൽ ഒന്നാം ലോക മഹായുദ്ധം അവസാനിപ്പിക്കുന്നതിനായി നടത്തുന്ന യുദ്ധമാണ് രണ്ടാം ലോക മഹായുദ്ധം എന്നാണ് പറയുന്നത്. പക്ഷെ ഇതിന്റെ പരിണിതഫലം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായി. എന്റെ പ്രിയ കുട്ടികളെ, നമുക്ക് നോക്കിയാൽ അറിയാം ഈ യുദ്ധത്തിന്റെ പുറകിലുള്ള കാരണങ്ങൾ നമ്മൾ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രധാനം ഇനിയൊരു യുദ്ധം വേണ്ട വേണ്ട, യുദ്ധം വേണ്ട വാളും വേണ്ട, തോക്കും വേണ്ട തോക്കും വേണ്ട, സേനമതി കൈകളിൽ കൂട്ടുകാരെ കേട്ടോളൂ, യുദ്ധം നാടിനാപത്ത്.
യുദ്ധം മാനവരാശിയുടെ നാശത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ നിന്നും വിട്ടുനിൽക്കുകയും അതിൽ ഒരു കാരണവശാലും പിന്തുണയ്ക്കുകയില്ലെന്നും യുദ്ധത്തെ എതിർക്കുന്നതോടൊപ്പം യുദ്ധത്തിന് കാരണമാവുന്ന പ്രശ്നങ്ങളെയും ഇല്ലാതാക്കാൻ എന്നാൽ കഴിയുന്ന ഇതിൽ ഞാൻ പ്രവർത്തിക്കുമെന്നും നമ്മുടെ അറിവും കഴിവും ശാസ്ത്ര പുരോഗതിയും മാനവരാശിയുടെ നന്മയ്ക്കായി ഉപയോഗപ്പെടുത്തേണ്ടതാണ്. യുദ്ധം മാനവരാശിയുടെ നാശത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ നിന്നും വിട്ടുനിൽക്കുകയും അതിൽ ഒരു കാരണവശാലും പിന്തുണയ്ക്കുകയില്ലെന്നും യുദ്ധത്തെ എതിർക്കുന്നതോടൊപ്പം യുദ്ധത്തിന് കാരണമാവുന്ന പ്രശ്നങ്ങളെയും ഇല്ലാതാക്കാൻ എന്നാൽ കഴിയുന്ന ഇതിൽ ഞാൻ പ്രവർത്തിക്കുമെന്നും നമ്മുടെ അറിവും കഴിവും ശാസ്ത്ര പുരോഗതിയും മാനവരാശിയുടെ നന്മയ്ക്കായി ഉപയോഗപ്പെടുത്തേണ്ടതാണ്.